ഹമാസ് ഭീകരർ നിർദ്ദയം കൊലപ്പെടുത്തിയ ഭാര്യയുടെയും കുഞ്ഞുമക്കളുടെയും മൃതദേഹങ്ങൾക്ക് മുന്നിൽ വിതുമ്പുന്ന സ്വരത്തിൽ യാർഡൻ ബിബാസ് പറഞ്ഞ വിടചൊല്ലൽ വാക്കുകൾ സദസ്സിന്റെയും ലോകത്തിന്റെയും മിഴി നിറയ്ക്കുന്നവയായിരുന്നു. ഭാര്യ ഷിറിയെ അഭിസംബോധന ചെയ്ത യാർഡൻ ആരും തന്റെ ജീവിതത്തിൽ അവൾക്ക് പകരമാകില്ലെന്നും എപ്പോഴും തനിക്കരികിൽ തന്നെ ഉണ്ടാകണമെന്നും പറഞ്ഞു. ഷിരി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എപ്പോഴും നിന്നെ സ്നേഹിക്കും. നീയാണ് എനിക്കെല്ലാം. നീ ഏറ്റവും നല്ല ഭാര്യയും അമ്മയുമാണ്. നീ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇനി തീരുമാനങ്ങളെടുക്കാൻ ആരാണ് എന്നെ സഹായിക്കുക? നീയില്ലാതെ ഞാനെങ്ങനെ തീരുമാനങ്ങൾ എടുക്കും? സേഫ് റൂമിൽ വെച്ച് നമ്മൾ ഒരുമിച്ചെടുത്ത അവസാന തീരുമാനം നീ ഓർക്കുന്നുണ്ടോ? ഹമാസ് ഭീകരരോട് പോരാടണോ അതോ കീഴടങ്ങണോ എന്ന് ഞാൻ ചോദിച്ചു. പോരാടുക എന്ന് നീ പറഞ്ഞു. അതുപോലെ ഞാൻ പൊരുതി. ഒക്ടോബർ 7 മുതൽ എനിക്ക് നിന്നെ ചുംബിക്കാനോ ആലിംഗനം ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല. അത് എന്നെ തകർക്കുകയും കൊല്ലുകയും ചെയ്യുന്നു എന്നും യാർഡൻ പറഞ്ഞു. മകൻ ഏരിയലിനെ സൂപ്പർ ഹീറോ എന്ന് വിശേഷിപ്പിച്ച യാർഡൻ മക്കളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിനും അവർക്കൊപ്പം ഇല്ലാതിരുന്നതിനും തന്നോട് ദേഷ്യമില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇടറുന്ന ശബ്ദത്തിൽ പറഞ്ഞു. എല്ലാ ദിവസവും ഓരോ മിനിറ്റിലും താൻ അവരെക്കുറിച്ച് ചിന്തിച്ചിരുന്നുവെന്ന് അവർക്കറിയാമെന്ന് കരുതുന്നതായും യാർഡൻ കൂട്ടിച്ചേർത്തു. മകനെ, നീ സ്വർഗം ആസ്വദിക്കുകയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിന്റെ തമാശകൾ കൊണ്ട് നീ മാലാഖമാരെ ചിരിപ്പിക്കുകയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നും മൂത്ത മകൻ ഏരിയലിനെ അഭിസംബോധന ചെയ്ത് യാർഡൻ പറഞ്ഞു. കുഞ്ഞു ഫിയറിനെ അഭിസംബോധന ചെയ്ത യാർഡൻ തന്നോട് ക്ഷമിക്കണമെന്ന് കണ്ണീരോടെ അഭ്യർത്ഥിച്ചു. നിന്റെ ചിരി കേൾക്കുന്നതും നിന്നോടൊപ്പം കളിക്കുന്നതുമായ ഭാഗ്യം എനിക്ക് നഷ്ടമായിരിക്കുന്നു. നിന്നോടൊപ്പമുള്ള നിമിഷങ്ങളെ ഞാൻ വളരെയധികം വിലമതിക്കുന്നു. ഫിയർ, ഞാൻ നിന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു. എപ്പോഴും അങ്ങനെയായിരിക്കും. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി നമ്മൾ ഒരുമിച്ചാകുമ്പോൾ അവയെല്ലാം പറയാം എന്നുമുള്ള വാക്കുകളോടെ കണ്ണീരോടെ യാർഡൻ തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു.